സാറ് വിളിക്കുന്നു, ഒന്ന് വരണം. സാറേ, ഇതാ ബോഡി ഐഡന്റിഫൈ ചെയ്ത ആള്. ആരാ ഇത്? എൻ്റെ ഫ്രണ്ടാ, കിഷോർ മാധവൻ. എന്തായിരുന്നു ഈ നാട്ടിൽ പരിപാടി? ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ ഞങ്ങൾ 4 പേരും. ഇവര് കൂടാണ്ട് 2 പേരും ഇവിടെ ഉണ്ട്. അവരെയും കാണാനില്ല സാർ. എന്തുവാടോ വായി നോക്കി നിൽക്കുന്നത്? ഐഡന്റിഫൈ ചെയ്തില്ലേ? ഫോർമാലിറ്റീസ് തീർത്ത് ബോഡി വീട്ടിലെത്തിക്കാൻ നോക്ക്. ആ ശരി സാർ. അനിയ, ഇതിപ്പോൾ ഈ നാട്ടിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പേരിനൊരു കേസ് ഞാൻ ചാർജ് ചെയ്യാം, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കാണാതെ പോയ കൂട്ടുകാരെയും 2 ദിവസത്തിനകം ഏതെങ്കിലും തോട്ടിന്നോ പൊന്തക്കട്ടിന്നോ ഇതുപോലെ കിട്ടും. അതും നീ ജീവനോടുണ്ടെങ്കിൽ മാത്രം. സ്വയം സൂക്ഷിക്ക്, വെറുതെ ഞങ്ങൾക്ക് ഇനിയും പണിയുണ്ടാക്കാതെ. ആ വാ സർ. സാറേ, ഇതൊന്ന് പിടിച്ചിരുന്നെങ്കിലേ എനിക്കങ്ങ് പണിക്ക് പോവായിരുന്നു. സോറി. ഈ ഡിസംബർ മാസം എനിക്ക് മറക്കാനാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരായ കിഷോർ, ചിത്തു, ശ്രേയ ഇവരിപ്പോൾ എന്നോടൊപ്പം ഇല്ല. നമ്മൾ മിഥ്യ എന്ന് കരുതുന്നത് പലതും സത്യമായി മാറുമ്പോൾ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. ഒരു കഥ തേടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്നത്. നിയോഗം അതിൻ്റെ പൂർണ്ണാവസ്ഥ എനിക്ക് കാട്ടിത്തന്നു. ആ കഥയിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട ഒരു ഏട് ഈ ഡയറി കുറിച്ചിട്ടിട്ടുണ്ട്. നാളെ ഞാൻ ജീവനോടില്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ സത്യം പുറത്തു കൊണ്ടുവരണം. എല്ലാവരും അറിയണം. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? പേടിക്കണ്ട, തമ്പ്രാൻകുട്ടിയെ ഞാൻ ഒന്നും ചെയ്യില്ല. ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ നീ എന്നെ ഒരുപക്ഷെ മുത്തശ്ശിയെന്നോ മുതുമുത്തശ്ശിയെന്നോ വിളിച്ചേനെ. പക്ഷേ ഞാൻ മനുഷ്യ സ്ത്രീയല്ല, എനിക്ക് ജീവനുമില്ല. എന്നൊന്നും ചെയ്യല്ലേ? ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്യ നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നിന്നോടുള്ള വികാരം പ്രണയമാണ്. നീ കന്യകനല്ല, എനിക്കറിയാം. പക്ഷേ ഈ കണ്ണുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നു. ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്ന പോലെ, ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ എനിക്ക് വേണം നിന്നെ. എൻ്റെയാണ് നീ, എൻ്റേത് മാത്രം. ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിചാരിതമായി ഈ ഡയറിയും ഈ ക്യാമറയും എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ സത്യങ്ങൾ അങ്ങനെയാണ്. സ്വന്തം ജീവിതത്തിൽ ഒരാഘാതമായി വരുമ്പോൾ മാത്രമേ സത്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയൂ. ഇതും അതുപോലൊരു സംഭവമാണ്. എൻ്റെ കൂട്ടുകാരനായിരുന്നു വിശ്വന് സംഭവിച്ചത് ഒരുപക്ഷെ നാളെ എനിക്കും സംഭവിക്കുമായിരിക്കും. പക്ഷേ സത്യങ്ങളെല്ലാം നിങ്ങൾ കൂടി അറിയണം. അതിനുവേണ്ടിയാണ് ഈ സിനിമ ചെയ്തത്. ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തായാലും എൻ്റെ ഈ സിനിമ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.
ഞാൻ വരും എല്ലാ രാത്രികളിലും നിങ്ങളെ കാണാൻ.